Hi, dear friends. Welcome to our gym management software system. സോഫ്റ്റ്വെയർ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ദെൻ ലോഗിൻ ചെയ്യുന്നു. അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് ഉണ്ടാകും, യൂസേഴ്സിന് നമ്മൾ നൽകുന്ന പാസ്വേഡ് ഉണ്ടാകും. ഞാനിപ്പോൾ ലോഗിൻ ചെയ്യാൻ പോകുന്നത് അഡ്മിനിസ്ട്രേറ്ററുടെ പാസ്വേഡിലാണ്. യൂസർ നെയിം സ്മോൾ ലെറ്റർ അഡ്മിൻ, പാസ്വേഡ് അഡ്മിൻ, ദെൻ എൻ്റർ ഓർ സെലക്ട് ബട്ടൺ. ഈ കാണുന്നതാണ് നമ്മുടെ ജിം മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ഹോം പേജ്. ജിമ്മിൽ സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഞങ്ങൾ ഡെമോയ്ക്ക് വേണ്ടി 3 മെമ്പേഴ്സ് തമ്പ് വെച്ച് ഫിംഗർ പ്രിൻ്റ് മെഷീൻ വരെ അറ്റൻഡൻസ് ചെയ്തിട്ടുണ്ട്. 3 മെമ്പേഴ്സ്, ഒരാൾ സുബിൻ, ഒരാൾ ജയകൃഷ്ണൻ, ഒരു ലേഡി ആനി. ഈ 3 കളറിൻ്റെയും എക്സ്പ്ലനേഷൻ ഞാൻ ആദ്യം ഒന്ന് തരാം. സുബിൻ എന്ന് പറയുന്ന മെമ്പറിൻ്റെ ഫീസ് ഡ്യൂ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് റെഡ് കളർ. ജയകൃഷ്ണൻ്റെ ഡ്യൂ ഒന്നുമില്ല, അത് ഗ്രീൻ കളർ. ആനി എന്ന് പറയുന്ന മെമ്പർ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റർക്ക് ഫീസ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തതാണ് ബ്ലൂ കളർ. ഇനി ഓരോ ഭാഗങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് തമ്പ് വഴിയാവുമ്പോൾ ഓട്ടോമാറ്റിക് ചെയ്തോളൂ. ഇത് മെമ്പേഴ്സ്, പുതിയ വരുന്ന മെമ്പറിനെ ക്രിയേറ്റ് ചെയ്യേണ്ട വിൻഡോ ആണ് മെമ്പർ. ഫസ്റ്റ് വൺ നെയിം. അഡ്രസ്സ്, ഫോൺ നമ്പർ, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇതൊന്നും കമ്പൽസറി അല്ല. ഹൈറ്റ്, വെയ്റ്റ്, പ്ലാൻ നെയിം. 2 പ്ലാൻ ഇവിടെ നമ്മൾ മാസ്റ്ററിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാർഡിയോ, വെയ്റ്റ് ട്രെയിനിങ്. ഇത് മാസ്റ്ററിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പുറകെ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ കാർഡിയോ എന്ന പ്ലാൻ ഇദ്ദേഹം സെലക്ട് ചെയ്യുന്നു. ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം. ഫിറ്റ്നസ് ഗോൾ മെൻഷൻ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഫീസ് ഡേ, ചില ജിമ്മുകളിൽ മെമ്പർ ജോയിൻ ചെയ്യുന്ന ഡേറ്റ് ആയിരിക്കും ഫീസ് ഡേറ്റ്. ചില സ്ഥാപനങ്ങളിൽ മാസത്തിൻ്റെ ആദ്യത്തെ 1ാമത്തെ ദിവസം തന്നെ ഫീസ് ഡേറ്റ് വരും. അത് അവരുടെ മാനേജ്മെൻറ്റ് സിസ്റ്റം അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ മെമ്പറിന് ഫീസ് ഡേറ്റ് 10ാം തീയതി എന്ന് ഞാൻ കൊടുക്കുന്നു. അതിനുശേഷം ക്യാമറ ഓപ്പൺ ചെയ്യാം. വെബ് ക്യാമറ USB വഴി കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് മെമ്പറുടെ ഫോട്ടോ എടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടി കമ്പ്യൂട്ടറിലുള്ള ഒരു ഫോട്ടോയാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫിംഗർ പ്രിൻ്റ് മെഷീനിലേക്ക് തമ്പ് വയ്ക്കുന്നു, ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്യുന്നു. പുട്ട് യുവർ ഫിംഗർ എന്ന് കാണിച്ചതിന് ശേഷം തമ്പ് ഫിംഗർ പ്രിൻ്റ് മെഷീനിൽ വയ്ക്കാവുന്നതാണ്. ഓക്കെ പ്രസ് ചെയ്താൽ യൂസർ ആഡഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അതായത് ഫിംഗർ പ്രിൻ്റ് സക്സസ്ഫുള്ളി ആഡ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ സേവ് ചെയ്തു. ഇതിനുശേഷം ഇദ്ദേഹം അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇദ്ദേഹം വന്നതിന് ശേഷം തമ്പ് മെഷീനിൽ വയ്ക്കുന്നു. ഇവിടെ ലോഡാകും. ഇദ്ദേഹം അവിടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ലോഡായി. ഇദ്ദേഹത്തിൻ്റെ കളർ റെഡ് കളർ വന്നിരിക്കുന്നതിൻ്റെ കാരണം ഫീസ് ഡ്യൂ ഉണ്ട്. കാരണം മെമ്പർഷിപ്പ് ഫീയോ മറ്റു കാര്യങ്ങളോ ഒന്നും അടച്ചിട്ടില്ല. ഫീസ് പേ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ലെൻസിന് ശേഷമുള്ള 2ാമത്തെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ഇദ്ദേഹത്തിൻ്റെ ഫീസ് ഇവിടെ കാണാൻ സാധിക്കും. 850 ആണ് ഈ പ്ലാൻ പ്രകാരം ഇദ്ദേഹം നൽകേണ്ടത്. ബിഗിനിങ് ഫീസ് സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രകാരം. ക്യാഷ് ആണോ കാർഡാണോ UPI ആണോ എന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ 850 രൂപയിൽ ഇദ്ദേഹം 800 രൂപ ക്യാഷായിട്ട് തരുന്നു എന്ന് കരുതുക. ബാലൻസ് 50 രൂപയുണ്ട്. അത് ഗൂഗിൾ പേ ചെയ്യുന്നെങ്കിൽ UPI സെലക്ട് ചെയ്ത് കൊടുക്കുക. സേവ് ചെയ്താൽ ഇദ്ദേഹത്തിൻ്റെ ഫീസ് ആഡ് ആകും. പ്രിൻ്റ് വേണമെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ക്യാൻസൽ. കമൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കളർ റെഡിൽ നിന്ന് ഗ്രീനിലേക്ക് മാറി, കാരണം ഫീസ് ഡ്യൂ ഒന്നും ഇല്ല. ഇനി ഈ മാസ്റ്ററിൽ കമൽ എന്ന് പറയുന്ന ആളെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ലെൻസ് മിറർ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ മതി.
ഇദ്ദേഹത്തിൻ്റെ മെമ്പർ മാസ്റ്റർ ഓപ്പൺ ആകും. ഫോൺ നമ്പരോ മറ്റെന്തെങ്കിലും തിരുത്തണമെങ്കിൽ നമുക്കിവിടെ തിരുത്തി വീണ്ടും സേവ് ചെയ്യാവുന്നതാണ്. റെക്കോർഡ് സേവ്. ഡു യു വാണ്ട് ടു അപ്ഡേറ്റ് യൂസർ ടു മെഷീനിലേക്ക് ഇനി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ഫിംഗർ പ്രിൻ്റ് സേവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ക്യാൻസൽ. ഇങ്ങനെയാണ് ഈ ഡാഷ്ബോർഡിൽ കാണുന്നത്. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ നൽകാം. റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ടോട്ടൽ 4 എന്ന് കാണുന്നുണ്ട്. അതായത് ഇന്ന് 4 പേര് ഇവിടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തു, ഇൻ ആയി. ഈ 4 പേരാണ് ഇവിടെ ഡാഷ്ബോർഡിൽ കാണുന്നത്. ഫീസ് കളക്ട് ചെയ്യുന്ന വിൻഡോ ഇതാണ്. ഇങ്ങനെ ഫീസ് ബട്ടണിൽ അമർത്തി പോകുന്നതിന് പകരം മെമ്പറിന് നേരിട്ട് ഇവിടുന്ന് ഫീസ് വിൻഡോയിലേക്ക് പോകാവുന്നതാണ്. ഇപ്പോൾ റെഡ് ഉള്ള ഒരാൾക്ക് ഫീസ് വിൻഡോയിൽ ക്ലിക്ക് ചെയ്താൽ അദ്ദേഹം അടക്കേണ്ട തുക ഇവിടെ വരുന്നതായിരിക്കും. ഇനി നമുക്ക് മാസ്റ്റേഴ്സിലേക്ക് പോകാം. ജിമ്മിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫീസ് സെറ്റ് ചെയ്യുന്ന സ്ഥലം ഇതാണ്. 2 ടൈപ്പ് പ്ലാനാണ് ഈ സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഒന്ന് കാർഡിയോയ്ക്ക് മന്ത്ലി ഫീ 1200 രൂപ. പിന്നെയുള്ളത് വെയ്റ്റ് ട്രെയിനിങ്, മന്ത്ലി ഫീ 900. ഇങ്ങനെ നെക്സ്റ്റ് പ്ലാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പ്ലാനിൻ്റെ നെയിം, വാല്യൂ, മന്ത്സ് ആണോ ഡേയ്സ് ആണോ ഇതിൻ്റെ വാല്യൂ ഉള്ളത്, ഇതെല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് പോകേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അറ്റൻഡൻസ് റിപ്പോർട്ട്. അറ്റൻഡൻസ് റിപ്പോർട്ട് ഒരു മെമ്പറിൻ്റെ സെർച്ച് ചെയ്ത് നമുക്ക് പർട്ടിക്കുലറായിട്ട് ഒരു മെമ്പറിൻ്റെ റിപ്പോർട്ട് എടുക്കാം. അല്ലെങ്കിൽ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ഒരു അറ്റൻഡൻസ് റിപ്പോർട്ടും നമുക്കിവിടെ കാണാവുന്നതാണ്. ഇപ്പോൾ ഫ്രം ടു ഡേറ്റ് ഇന്നത്തത് കൊടുത്തിട്ട് ഓൾ കൊടുത്ത് ഷോ കൊടുത്താൽ ഇന്ന് വന്നവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. സുബിൻ എന്ന് പറയുന്ന ആൾ ചെക്ക് ഇൻ ചെയ്തത് 4:49 PM. ഇനി ആബ്സെൻ്റ് ആയിട്ടുള്ളവരുടെ റിപ്പോർട്ട് സ്പെഷ്യലായിട്ട് കാണാം. അതായത് ജിമ്മിൽ എത്ര മെമ്പേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അത്രയും ആളുകളിൽ ഇന്ന് വരാത്തത് ആബ്സെൻ്റ് ആയവർ ആരാണെന്ന് ആബ്സെൻറ്റിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷോ കൊടുത്താൽ കാണാവുന്നതാണ്. ഇന്നാരും ആബ്സെൻ്റ് ഇല്ല. ഓൾ കൊടുത്താൽ കംപ്ലീറ്റ് മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് വരും. അറ്റൻഡൻസ് പ്രസൻറ്റ് കൊടുത്താൽ പ്രസൻറ്റ് മാത്രമായിട്ട് വരും. ഇനി പർട്ടിക്കുലർ ഒരു വ്യക്തിയുടെ റിപ്പോർട്ട് കാണണമെങ്കിൽ സെർച്ച് ബൈ നെയിമിന് ടിക്ക് കൊടുത്തിട്ട് എൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ജയകൃഷ്ണൻ എന്നുള്ള ആളെ എടുത്ത് ഷോ കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ അറ്റൻഡൻസ് ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. അടുത്തത് മെമ്പേഴ്സ് റിപ്പോർട്ട്. ജിമ്മിൽ ആകെയുള്ള എല്ലാ മെമ്പേഴ്സിനെയും കാണണമെങ്കിൽ മെമ്പേഴ്സ് റിപ്പോർട്ട് എടുത്ത് ഷോ കൊടുത്താൽ കംപ്ലീറ്റ് മെമ്പേഴ്സും വരും. ഇത് തന്നെ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. മെയിൽ, ഫീമെയിൽ മാത്രം കാണണമെങ്കിൽ ഫീമെയിൽ കൊടുത്താൽ വരുന്നതായിരിക്കും. മെയിൽ മാത്രം കാണണമെങ്കിൽ മെയിൽ കൊടുത്താൽ മെയിൽസ് വരുന്നതായിരിക്കും. പ്ലാൻ നെയിം, കാർഡിയോ ടീമിനെ മാത്രം കാണണമെങ്കിൽ കാർഡിയോ, വെയ്റ്റ് ട്രെയിനിങ് ടീമിനെ മാത്രം കാണണമെങ്കിൽ വെയ്റ്റ് ട്രെയിനിങ്. ഫിറ്റ്നസ് ഗോൾ വെച്ചും നമുക്ക് ഫിൽട്ടർ ചെയ്ത് മെമ്പേഴ്സിനെ കാണാവുന്നതാണ്. അടുത്തത് ഫീസ് റിപ്പോർട്ട്. യൂസേഴ്സിനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ, അതായത് ജിമ്മിൻ്റെ ഓണർ ഒരു സ്റ്റാഫിനെ ഇരുത്തിയിട്ട് പോവുകയാണെങ്കിൽ വൈകുന്നേരം വന്നോ അല്ലെങ്കിൽ ഏത് ദിവസത്തെ ഡേറ്റ് കൊടുത്താലും അന്നത്തെ വരുമാനം ഫീസ് ഡേറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 16-ാം തീയതിയിൽ ഷോ കൊടുത്താൽ 2 പേര് ഫീസ് പേ ചെയ്തിട്ടുണ്ട്. ജയകൃഷ്ണൻ ഒരു 600, കമൽ ഒരു 800. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ ക്യാഷ് വഴി 1400 രൂപ വന്നു, കാർഡ് സ്വൈപ്പ് ചെയ്ത് ഒന്നും വന്നിട്ടില്ല, UPI വഴി 50 രൂപ. നമ്മൾ ഏതെങ്കിലും സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ കൃത്യമായ റിപ്പോർട്ട് ഓണേഴ്സിന് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് ഡ്യൂ ലിസ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഫ്രീ ടൈം കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയറിൽ ഡ്യൂ ലിസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഷോ കൊടുത്താൽ ഫീസ് തരാനുള്ളവരുടെ ലിസ്റ്റ് ഇങ്ങോട്ട് പ്രസൻ്റായി വരുന്നതായിരിക്കും. വിത്ത് ഫോട്ടോ അത് ഡ്യൂ ലിസ്റ്റിൽ നമുക്ക് കാണാവുന്നതാണ്. ഇത് റിഫ്രഷ് ബട്ടൺ. ഫ്രീ ടൈമിലോ ഹാങ് ആകുക എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ റിഫ്രഷ് ആക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. നെക്സ്റ്റ് അറ്റൻഡൻസ് ഹിസ്റ്ററി വിത്ത് ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ജിമ്മിൻ്റെ ഓണറോ ട്രെയിനറോ ഫോർ എക്സാമ്പിൾ ഇന്നലെ ജിമ്മിൽ വരാൻ സാധിച്ചില്ല എന്ന് കരുതുക. ഇന്ന് വന്നതിന് ശേഷം അറ്റൻഡൻസ് വിത്ത് ഹിസ്റ്ററി വിത്ത് ഇമേജ് എന്നൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇന്നലത്തെ ഹിസ്റ്ററി വിത്ത് ഫോട്ടോസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നലെ ആരൊക്കെ ജിമ്മിൽ വന്നു എന്ന് ഇതേപോലെ നമുക്ക് കാണാൻ സാധിക്കും. അതിനായിട്ട് ജിമ്മിൽ അറ്റൻഡൻസ് വിത്ത് ഇമേജ് എന്ന ഓപ്ഷനിലേക്ക് പോവുക. ഇന്നലെ ആരൊക്കെ വന്നു, ഇന്നലെ 15-ാം തീയതി സെലക്ട് ചെയ്യുക, റിഫ്രഷ് ചെയ്യുക. ഇന്നലെ വന്ന മെമ്പേഴ്സ് ഇവിടെ വിത്ത് ഇമേജ് നമുക്ക് കാണാൻ സാധിക്കും. സുബിൻ എന്ന് പറയുന്ന ആൾ 5:22 PM വന്നു. ആനി എന്ന് പറയുന്ന ലേഡി 5:22 PM വന്നു. ഇങ്ങനെ ഹിസ്റ്ററി നമുക്ക് ക്ലിയറായി ലഭിക്കുന്നതാണ് ഏത് ഡേറ്റ് കൊടുത്താലും.
ഏത് ദിവസത്തെ ഡേറ്റ് കൊടുത്താലും നമുക്ക് ആ ദിവസത്തെ ബോണ്ട് ഇതേപോലെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. സാധാരണ ജിമ്മുകളിൽ ഉണ്ടാകുന്ന സെയിൽ ഐറ്റംസ് ഇപ്പോൾ പ്രോട്ടീൻ പൗഡർ പോലുള്ള ഇൻവെൻറ്ററി ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയറിൽ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഈ പറയുന്ന പർട്ടിക്കുലർ ഐറ്റം നമുക്ക് രജിസ്റ്റർ ചെയ്യാം, സേവ് ചെയ്യാം, സ്റ്റോക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് സെയിൽ ചെയ്യാം. അപ്പോൾ ഇൻവെൻറ്ററിയുടെ ആ ഒരു മൂവ്മെൻറ്റ്, സ്റ്റോക്ക് കുറവ് ഉൾപ്പെടെയുള്ള മറ്റ് ഫെസിലിറ്റീസ് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. സെയിൽ ഐറ്റംസ് സെയിൽ ചെയ്യാം, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റും നമുക്ക് ലഭിക്കുന്നതാണ്. ാണ് ഡ്യൂ ലിസ്റ്റ്. അതായത് ഫീസ് എത്ര പേര് ഫീസ് നൽകാനുണ്ട് എന്നതിൻ്റെ ഒരു റിപ്പോർട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അത് ഫിൽട്ടർ ചെയ്ത് ഇങ്ങനെ കാണാം, മെയിൽ ഫീമെയിൽ തിരിച്ച്, അല്ലെങ്കിൽ പ്ലാൻ നെയിം വെച്ച് തിരിച്ച് കാണാം. ഒന്നും സെലക്ട് ചെയ്യാതെ ഷോ കൊടുത്താൽ കംപ്ലീറ്റ് ഫീസ് ഡ്യൂ ഉള്ളവർ ഇവിടെ ലിസ്റ്റ് ചെയ്യും. നമുക്ക് നോക്കാം. ഇപ്പോൾ സുബിൻ എന്ന് പറയുന്നൊരു മെമ്പറിൻ്റെ ഫീസ് ഡ്യൂ ഉണ്ട് 850 രൂപ. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ വിശദാംശങ്ങൾ ഇവിടെ വരും. നമുക്ക് അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി എനിക്ക് പറയാനുള്ള ഈ സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു പാർട്ട്, അതായത് അറ്റൻഡൻസ് തമ്പ് വയ്ക്കുന്ന സമയത്ത് റെഡ് ആയിട്ടുള്ളവർ ഫ്യൂസ് ഡ്യൂ ഉള്ളവർ, ഗ്രീൻ ആയിട്ടുള്ളവർ ഫ്യൂസ് ഡ്യൂ ഇല്ലാത്തവർ, ഇവരെ തമ്പ് വയ്ക്കുമ്പോൾ നമുക്കൊരു അനൗൺസ്മെൻറ്റ് സോഫ്റ്റ്വെയറിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഫീസ് ഡ്യൂ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് അനൗൺസ്മെൻറ്റ് ഇവിടെ സെറ്റ് ചെയ്യാം. ജിം സെറ്റിങ്സിൽ വെൽക്കം മെസ്സേജ്, വെൽക്കം ടു ജിം എന്നോ വെൽക്കം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. ന്യൂ ഇയർ, ക്രിസ്മസ് ടൈമൊക്കെ ആണെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ് പോലുള്ള വിഷസും നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇത് ഫീസ് ഡ്യൂ മെസ്സേജ്, അതായത് ഫീസ് ഡ്യൂ ഉള്ള ആളുകൾക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുമ്പോൾ എന്ത് അനൗൺസ്മെൻറ്റ് വേണം എന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ ഫീസ് ഡ്യൂ എന്ന് മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. വോയിസ്, ഒരു മെയിലിൻ്റെ വോയിസ് ഉണ്ട്, ഫീമെയിലിൻ്റെ വോയിസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇത് വോയിസിൻ്റെ സ്പീഡ്. ഇത്രയും സെറ്റ് ചെയ്ത് കൊടുത്താൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുമ്പോൾ വെൽക്കം ടു ജിം എന്നോ അല്ലെങ്കിൽ ഫീസ് ഡ്യൂ ഉള്ളവരാണെങ്കിൽ ഫ്യൂസ് ഡ്യൂ എന്നോ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നതനുസരിച്ച് ഇവിടെ കേൾക്കാവുന്നതാണ്. അത് വീഡിയോയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. ഇത്രയുമാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഡീറ്റെയിൽസ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള വളരെ നോർമൽ കോൺഫിഗറേഷനുള്ള ഒരു കമ്പ്യൂട്ടർ മതി. പിന്നെ ESSLൻ്റെ ഫിംഗർ പ്രിൻറ്റ് മെഷീൻ, അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഞങ്ങളിവിടെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഒരു വെബ് ക്യാമറ. ഇത്രയും ഹാർഡ്വെയർ സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് വിശദമായ ട്രെയിനിങ്ങും മറ്റ് ഫെസിലിറ്റീസും നൽകുന്നതായിരിക്കും. 24 hours നമ്മൾ ഓൺലൈൻ സപ്പോർട്ടും നൽകുന്നതായിരിക്കും. താങ്ക് യു.